ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിലേക്ക് 100-ലധികം ഡ്രോണുകൾ വിട്ടതായും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടു. ഇതിനു പിന്നാലെ ഇറാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായും സൂചനയുണ്ട്. വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇസ്രായേലിലെ മിക്ക പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങി. തുടർന്ന് ജനങ്ങളോട് ഷെൽട്ടറുകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇറാൻ പരിധികൾ ലംഘിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാൻ ബാലിസ്റ്റിക് ആക്രമണം നടത്തിയത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇറാനിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നുവെന്ന വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാഴാഴ്ച രാത്രി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലടക്കം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബാഗേരി ഉൾപ്പെടെ സൈന്യത്തിലെ ആദ്യ 4 സ്ഥാനക്കാരും ആയത്തുള്ള ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവും 6 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ഇറാന്റെ ഭീഷണിയെ നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണവ പദ്ധതി സംബന്ധിച്ച് എത്രയും വേഗം ഒരു ഉടമ്പടിയിലേർപ്പെടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാമതും ഇസ്രായേൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ ഇഷ്ഫഹാനിലുള്ള ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മധ്യ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.